ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സഭാമാതാവ് ഇന്ന് നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വചനഭാഗമാണ്. ഈശോയുടെ 72 ശിഷ്യഗണങ്ങൾ ഈശോ പോകേണ്ട പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയക്കപ്പെടുകയും അവിടെ ദൈവവേല ശുശ്രൂഷ നടത്തുകയും തുടർന്ന് ഈശോയുടെ അടുക്കിലേക്ക് വന്ന് തങ്ങളുടെ അനുഭവങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളും ഈശോയോട് വിവരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശിഷ്യന്മാർ ഏറെ സന്തോഷത്തോടെയാണ് ഈശോയുടെ പക്കലേക്ക് ഓടി വന്നത്. അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഈശോയുടെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രവർത്തിച്ചു. ഈശോയുടെ നാമത്തിൽ അവർ പിശാചുകളെ ബഹിഷ്കരിച്ചു. പിശാചുകൾ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് അവർ കണ്ടു. ഈ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വളരെയേറെ സന്തോഷത്തോടെയാണ് ഈശോയുടെ പക്കൽ അറിയിച്ചത്. എന്നാൽ ഈശോ അവരോട് ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: നിങ്ങൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ട. പിശാചുകളെ നിങ്ങൾ കീഴ്പ്പെടുത്തിയതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈശോ അവരോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ചെയ്ത ഒന്നിനെക്കുറിച്ചുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും ആഹ്ലാദിക്കേണ്ടതും. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാൻ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏത് തരം ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കോട്ടെ. നിങ്ങൾ വലിയ വചനപ്രഘോഷകരാകാം, നിങ്ങൾ വലിയ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാകാം, നിങ്ങൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവരാകാം, നിങ്ങൾ വലിയ അതിരാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാകാം, നിങ്ങൾ സമൂഹത്തിൽ വലിയ നന്മകൾ ചെയ്ത് കടന്നു പോകുന്നവരാകാം, നിങ്ങൾ വലിയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരാകാം. ഏത് തരം ശുശ്രൂഷകളിൽ നിങ്ങൾ ആയിക്കോട്ടെ, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്തായിരിക്കണം നിങ്ങളുടെ സന്തോഷം. നിങ്ങൾ ഓരോ ശുശ്രൂഷയിലൂടെയും നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു എന്നതിൽ നിങ്ങൾ ഓർത്ത് ആഹ്ലാദിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഏത് ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ ശുശ്രൂഷകളും ചെയ്യുന്നത്? സ്വർഗരാജ്യത്തെ പ്രതി ആവണം നമ്മുടെ ഓരോ ശുശ്രൂഷകളും. സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിനാലും ജലത്താലും നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോ പ്രവൃത്തിയും ആത്മാവിനാൽ നിറഞ്ഞിട്ടാണോ, ദൈവഹിത പ്രകാരമാണോ നമ്മുടെ ഓരോ ശുശ്രൂഷയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും സ്വർഗരാജ്യത്തെ പ്രതിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചാൽ മതിയാവും. നമ്മൾ മനുഷ്യ സ്നേഹത്തെ പ്രതിയാണോ, ദൈവസ്നേഹത്തെ പ്രതിയാണോ നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഓരോ വലിയ ശുശ്രൂഷകളിലൂടെയും ഞാനാണോ ഉയർത്തപ്പെടുന്നത്, അതോ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവമാണോ ഓരോ എൻ്റെ ശുശ്രൂഷയിലൂടെയും ഉയർത്തപ്പെടുന്നത്? ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും എൻ്റെ മുഖമാണോ മറ്റുള്ളവർ കാണേണ്ടത്? എൻ്റെ ദൈവത്തിന് മുഖമല്ലേ ഓരോ ശുശ്രൂഷയിലും മറ്റുള്ളവർ കാണേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ പേരും സ്വർഗത്തിൽ ചേർക്കപ്പെടും. ഈ ശിഷ്യന്മാർ ഈശോയുടെ നാമത്തിലാണ് അവരുടെ ശുശ്രൂഷകളെല്ലാം ചെയ്തത്. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ നാമത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോഴാണ് അത് ഈശോയുടെ നാമത്തിലുള്ള ശുശ്രൂഷയായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഒത്തല്ല നമ്മൾ ദൈവരാജ്യ ശുശ്രൂഷ നടത്തേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം വെളിപ്പെടുത്തുന്നത് നമ്മുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ദൈവരാജ്യ ശുശ്രൂഷയായിട്ട് മാറുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പേരെഴുതപ്പെടുവാനായിട്ട് നമുക്ക് ഓരോ ശുശ്രൂഷകളിലൂടെയും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.